നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഇടയിലേക്ക് ദാവീദിന്റെ പുത്രനായ ഈശോ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ മനസ്സുകളും നമ്മുടെ ശരീരം മുഴുവനും ഈശോയെ പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള ഒരു നിർമ്മലമായ ഹൃദയമാണ് നമ്മുടെ ഉള്ളിൽ സജ്ജീകരിക്കപ്പെട്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും അയൽപക്ക ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും പെസഹായിലെ ഈശോ കാണിച്ച നാല് മഹത്തായ മാതൃക, പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ, പരസ്പരം പാഠശാല നടത്തുന്നതിൻ്റെ ആ വലിയ മാതൃക, ആ പെസഹായുടെ വലിയ ചൈതന്യം നമുക്കും പ്രാവർത്തികമാക്കാനും അത് തുറന്നുകൊണ്ട് പോകുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഭാര്യഭർത്ത ബന്ധങ്ങളും മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളും സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളും സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളും ബന്ധുജനങ്ങളുമായുള്ള ബന്ധങ്ങളും നമ്മുടെ ജനങ്ങളുമായുള്ള ബന്ധങ്ങളും ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരും സത്യസന്മാരുമായുള്ള ബന്ധങ്ങളും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമായുള്ള ബന്ധങ്ങളും ഇടവകയിലെ മറ്റെല്ലാ കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങളും ഇപ്രകാരം ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അവർ പാഠശാലത്തിന്റെ മാതൃക നൽകിയ, വിനയത്തിന്റെ മാതൃക നൽകിയ, സ്നേഹത്തിന്റെ മാതൃക നൽകിയ ഈശോയുടെ ആ ഒരു വലിയ മാതൃക പിന്തുടരുക നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കിക്കൊണ്ടാണോ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്നത് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ ഇടയിലൂടെ കടന്നു വരുന്ന ഈശോ നമ്മോട് ഉരുവിടുകയാണ്. നമുക്കും ഹൃദയം തുറക്കുന്ന ആ ഒരു ഉൾവടിയോടുകൂടെ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഈശോ നമുക്ക് നിലവിളികളോടുകൂടെ പൂർണ്ണമായും തുറന്നു പറയാം. ദാവീദിന്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളും പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളിലും പരസ്പരമുള്ള എല്ലാവിധ ബന്ധങ്ങളിലും നിന്ന് തെറ്റിയകലാറുണ്ട്. ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തകർന്ന ഹൃദയങ്ങളാകാതെ എപ്പോഴും നിർമ്മലമായ ഹൃദയങ്ങളാകുവാനും അതുവഴി അങ്ങേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളിൽ അത് കാത്തുസൂക്ഷിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.